കോളിഫ്ലവർ സാധാരണയായിട്ട് വിത്തുകൾ വഴിയാണ് വളർത്താറ്. വിത്ത് പാകി തൈ മുളച്ച് പറിച്ച് നട്ടൊക്കെയാണ് ഉണ്ടാക്കാറ്. വിത്തില്ലാതെ തന്നെ മറ്റു പല രീതികളിലും വളർത്താൻ പറ്റും. പ്രധാനമായിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴിയാണ് ഇത് സാധിക്കുന്നത്. അതിലൊരു തരമാണ് ഈ കാണുന്ന വീഡിയോ ക്ലിപ്പിലെ ചെടി. ലെയറിങ് ചെയ്തിട്ടാണ് ഈ ചെടി ഞാൻ ഉണ്ടാക്കിയത്. കോളിഫ്ലവർ വിളവെടുത്ത് കഴിഞ്ഞാൽ ആ ചെടി പിഴുത് കളയാതെ വിളവെടുത്തതിന് ശേഷം ചെടിയുടെ പ്രധാന തണ്ടിൽ നിന്ന് ചെറിയ മുളകൾ വരുന്നത് കാണാം. ഈ ചെറിയ മുളകൾ അല്പം വലുതാകുമ്പോൾ ശ്രദ്ധയോടെ അടർത്തിയെടുത്ത് അവ നേരിട്ടോ അല്ലെങ്കിലോ പോട്ടിംഗ് മിശ്രിതത്തിൽ നട്ടു വളർത്താം. ഇങ്ങനെ വളരുന്ന ചെടികൾ പെട്ടെന്ന് വിളവ് നൽകാൻ സഹായിക്കും. വിത്തില്ലാതെ കോളിഫ്ലവർ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഇത് തന്നെയാണ്. ഇത് മാതൃചെടിയുടെ അതേ ഗുണങ്ങളുള്ള ചെടി ലഭിക്കാൻ സഹായിക്കും. ഞാൻ പക്ഷേ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോ ക്ലിപ്പിലുള്ള ചെടികളൊക്കെ ഉണ്ടാക്കിയത് വിളവെടുക്കുന്നതിന് മുമ്പ് തന്നെയാണ്. കോളിഫ്ലവർ ഉണ്ടാവുന്നതിന് മുമ്പ് സൈഡിലുണ്ടായ ചെറിയ ശിഖരങ്ങൾ നട്ടിട്ടാണ്. മുമ്പ് ഞാൻ കോളിഫ്ലവർ പിഴുത് കളയാതെ വെച്ചിട്ട് സൈഡിൽ ശിഖരങ്ങൾ ഉണ്ടായിട്ട് അതിലൊക്കെ കോളിഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. ചെറിയ കോളിഫ്ലവർ വലുതൊന്നും ഉണ്ടായില്ല. മേലെ ഉണ്ടായത് വലുതായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. ആരോഗ്യമുള്ള കോളിഫ്ലവർ ചെടിയുടെ തണ്ട് ഉപയോഗിച്ചും പുതിയ ചെടി വളർത്താം. ചെടിയുടെ പ്രധാന തണ്ടിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുക്കുക. ഈ തണ്ട് വേര് പിടിപ്പിക്കാനായി വെള്ളത്തിലോ ഈർപ്പമുള്ള മണ്ണിലോ മുക്കി വയ്ക്കാം. വേര് പിടിക്കുന്നത് വേഗത്തിലാക്കാൻ മുറിച്ച ഭാഗത്ത് കറ്റാർവാഴ നീര്, അതായത് റൂട്ടിംഗ് ഹോർമോൺ പോലെ പുരട്ടുന്നത് നല്ലതാണ്. വേരുകൾ വന്നു തുടങ്ങിയാൽ ഇത് മണ്ണിലേക്ക് മാറ്റി നടാം. ഞാൻ ഈ ചെടി ഉണ്ടാക്കി അങ്ങനെയൊന്നുമല്ല. തലവെട്ടി മണ്ണിൽ കുഴിച്ചിട്ടു, കുറേ ഉണങ്ങിപ്പോയ പോലെ ഉണ്ടായി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തളിർത്തു വന്നു. ഭാഗ്യത്തിനെന്ന് വേണമെങ്കിൽ പറയാം. ഇനി പറയുന്ന രീതി ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ അടുത്തൊന്നും കോളിഫ്ലവർ വീട്ടിൽ വാങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം അടുക്കളയിൽ ഉപയോഗിക്കുന്ന കോളിഫ്ലവറിൻ്റെ അടിയിൽ തണ്ടുണ്ടാവുമല്ലോ, അതുപയോഗിച്ച് പുതിയ ഇലകൾ വളർത്താൻ സഹായിക്കും. കോളിഫ്ലവറിൻ്റെ താഴത്തെ ഏറ്റവും കട്ടിയുള്ള തണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിൽ വയ്ക്കുക. ദിവസവും വെള്ളം മാറ്റി കൊടുക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയ ഇലകൾ വരുന്നത് കാണാം. എന്നാൽ ഇത് ഒരു വലിയ കോളിഫ്ലവർ ആയി വളരാൻ സാധ്യത വളരെ കുറവാണ്. പ്രധാനമായി ഇലകൾക്കായി ഈ രീതി ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. മനസ്സിൽ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ്. പക്ഷേ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഒരു രീതി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ സന്തോഷമുണ്ട്. ഞാൻ പരീക്ഷിച്ചിട്ടില്ല.